ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കേക്കിൻ്റെ വീഡിയോസായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു വെഡ്ഡിങ് കേക്ക് വരുന്നുണ്ട്, ബാക്കിയൊക്കെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ കേക്ക് വന്നിട്ടുള്ളത് ഒരു ½ kg കേക്കാണ് കേട്ടോ. സിമ്പിൾ ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. റോസറ്റ നോസിൽ വെച്ചിട്ടാട്ടോ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് തന്നെയാണ്. സൈഡിൽ സ്കാപ്പർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിങ്ക് കളറാട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷുഗർ ബോൾസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലൊരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്കും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് കേക്കാണ് കേട്ടോ. ഇതെനിക്ക് എന്താ പറയുക, ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുള്ളൊരു കേക്കാണ്. എനിക്ക് ഒന്നാമത് 3 ടയറൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിട്ട് കേക്ക് ചെരിയോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു കുഴപ്പമില്ലാതെ കേക്ക് അവിടെ സേഫായിട്ട് എത്തിട്ടോ. അത് ഞങ്ങൾ തന്നെയാണ് എത്തിച്ചത്, അതുകൊണ്ടാണ് സേഫായിട്ട് എത്തിയത്. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് 2 kg ആണ് കേട്ടോ. 2 kgയിൽ ഇത്രയും വലിയൊരു കേക്കൊന്നും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അടിയത്തെ ടയറ് കേക്കല്ല, അത് ഡമ്മിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഡമ്മി 10 ഇഞ്ചിൻ്റെ ഡമ്മിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കേക്കാണ് കേട്ടോ. അത് 8 ഇഞ്ചിലും അതിൻ്റെ മുകളിൽ 5 ഇഞ്ചിലും കേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ടെൻഷന് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാട്ടോ ഡമ്മിയിൽ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ നോക്കി, യൂട്യൂബിലൊക്കെ നോക്കി. അപ്പോൾ ചിലർ പറയും എന്താ ഡമ്മിയിൽ ചെയ്താൽ മറ്റേ ക്രീമൊക്കെ ഹോൾസ് വരുന്നുണ്ട് ക്രീമിനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വലിയ കുഴപ്പമൊന്നും എനിക്കുണ്ടായില്ല കേട്ടോ. നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അത് വെയിറ്റ് ഇല്ലല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നവും നമുക്ക് ഡമ്മി കേക്ക് കൊണ്ട് ഒരു പ്രശ്നമല്ല, ഈസിയാണ്. പിന്നെ ചെരിയോ എന്നുള്ളൊരു ടെൻഷനും ഇല്ല, കാരണം അടിയിൽ കേക്കല്ല, തെർമോക്കോളാണ്. അപ്പോൾ ആ ഒരു വെയിറ്റ് കാരണം കേക്കിന് ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ 3 ടയറും 4 ടയറും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡമ്മിയിൽ അടിയിലൊക്കെ ഡമ്മി കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കേക്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആട്ടോ കൊടുത്തിട്ടുള്ളത്, ഫ്രഷ് ഫ്ലവർ അല്ല. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ തെർമോക്കോളിലൊന്ന് കുത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, കാരണം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. കാരണം കേക്കല്ലല്ലോ, തെർമോക്കോളല്ലേ. അപ്പോൾ ഒന്ന് ബലം വെച്ചിട്ട് വേണം നമ്മളൊന്ന് കുത്തി കൊടുക്കാൻ വേണ്ടിങ്ങാണ്ട്. പിന്നെ ഞാൻ ഫ്ലവറിൻ്റെ കൂടെ ജിപ്സം ഫ്ലവർ വെച്ചിട്ടുണ്ട്. അത് ഫ്രഷ് ഫ്ലവറാണ് കേട്ടോ. ജിപ്സം ഫ്രഷ് ഫ്ലവറാണ്, എനിക്ക് ആർട്ടിഫിഷ്യൽ കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ ജിപ്സം ഫ്രഷ് കൊടുക്കാൻ കാരണം. അതുപോലെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്നുള്ളൊരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത കേക്ക് വന്നിട്ടുള്ളത് 1 kg തന്നെയാണ്. 1 kgയിലൊരു ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. ഗേൾസിൻ്റെ ഒരു തീമിൽ ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. സ്റ്റിക്കേഴ്സാണ് വെച്ചിട്ടുള്ളത്, നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് പിങ്കും വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറാണ്. 2 ഷെയ്ഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ഞാൻ ഗോൾഡൻ ഡസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബട്ടർഫ്ലൈസ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കേക്കിൻ്റെ ബേസ് ഞാൻ 2 kgൻ്റെ ബേസാണ് കൊടുത്തിട്ടുള്ളത്. അത് നെയിം എഴുതാൻ വേണ്ടി കാണാണ് കേട്ടോ അത്രയും വലിയൊരു ബേസ് കൊടുത്തത്. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ടുള്ള ഒരു ½ kg കേക്കാണ് കേട്ടോ. ½ kgയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ മുകളിൽ അവർ ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു. മുകളിലും മൊത്തത്തിലും അതുപോലെ സൈഡിലും ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസ് വലുതും ചെറുതും മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഞാൻ സ്കാപ്പർ ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോസ് നിങ്ങളൊരു ഹോം ബേക്കർ ആണെങ്കിൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.